പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാസർഗോഡ് പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ കല്യോട്ട് എന്ന് പറഞ്ഞ പ്രദേശത്ത് സർവസമ്മതരായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരവും അതിനിഷ്ഠൂരവുമായി CPMകാർ വെട്ടിക്കൊണ്ട വിഷയത്തിൽ ഇന്ന് അല്ലെങ്കിൽ ഡിസംബർ 28-ന് അതിൻ്റെ വിധി വന്നിരിക്കുന്നു. 24 പ്രതികളിൽ 14 പേർ ശിക്ഷിക്കപ്പെട്ടു, 10 പേർ വെറുതെ വിടപ്പെട്ടു. അതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ബാക്കി 9 മുതൽ 14 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 1-ാം പ്രതി A. പീതാംബരൻ CPMൻ്റെ പെരിയയിലെ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട 3 പേരിൽ ഒരാൾ 20-ാം പ്രതിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 20-ാം പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ ഉദുമയിലെ മുൻ MLA-യും CPMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ്. അദ്ദേഹത്തിനെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 14-ാം പ്രതിയായിട്ടുള്ള AM മണികണ്ഠൻ, അദ്ദേഹം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, മുൻ ഉദുമ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. 21-ാം പ്രതിയായിട്ടുള്ള രാഘവൻ വെളുത്തോളി, അദ്ദേഹം പാക്കത്തെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 3 CPMൻ്റെ സുപ്രധാന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ ഗൂഢാലോചന കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ പ്രധാനമായും ഈ കേസിന് ഉത്തരവാദികളായവർ 2 പേരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചരിത്രപ്രധാനമായിട്ടുള്ള വിധിക്ക് കാരണക്കാരായ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെ കുറിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കാൻ പോകും. അതിലൊരാൾ അഭിഭാഷകനും മറ്റൊരാൾ ന്യായാധിപനുമാണ്. ആ അഭിഭാഷകൻ്റെ പേര് അഡ്വക്കേറ്റ് T. അസഫ് അലി എന്നാണ്. അദ്ദേഹം UDF ഭരണകാലത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ഒരു 3-4 അഭിഭാഷകരെടുത്താൽ അതിൽ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് T. അസഫ് അലി. അദ്ദേഹം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകൾ വാദിച്ചിട്ടുണ്ട്. ഷുഹൈബ് വധക്കേസിലും അദ്ദേഹമാണ് വാദിച്ചിട്ടുള്ളത്. ആ T. അസഫ് അലി എന്ന് പറയുന്ന അഭിഭാഷകനെ ഈ ചരിത്രപ്രധാനമായിട്ടുള്ള വിധി വരുമ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നത് ശരത്ലാലിൻ്റെ പിതാവാണ് എന്ന് തോന്നുന്നു. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് അസഫ് അലി വക്കീൽ ഞങ്ങളുടെ ദൈവമാണ് എന്നാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അത്. അസഫ് അലി വക്കീൽ ഞങ്ങളുടെ ദൈവമാണ്. ആ T. അസഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിഭാഷകനാണ് ഈ കേസിൽ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പോയി വാദിച്ചത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഒരു CPMൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് അട്ടിമറിക്കാൻ എങ്ങനെയൊക്കെ CPMകാർ ശ്രമിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു TP കേസുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു ഈ അസഫ് അലിയുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ച സംഭവം, T. അസഫ് അലിയുടെ വീടിന് മുമ്പിൽ റീത്ത് വെച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ CPM നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതക കേസ് വന്നാൽ ആ കേസ് അട്ടിമറിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ഈ കേസ് തന്നെ നിയമപോരാട്ടം നമ്മൾ നോക്കൂ. ഹൈക്കോടതി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി, ഖജരാവിൻ്റെ കാസരത്ത് ഡിവിഷൻ ബെഞ്ചിൽ പോയി. അതിനെതിരെ അത് തള്ളിക്കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഖജരാവിൻ്റെ കാശെടുത്ത് സുപ്രീം കോടതി 3 കോടി രൂപയ്ക്കടുത്താണ് ഈ പണം അവർ കോടതിയിൽ തന്നെ ചെലവഴിച്ചത്. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല ഈ കേസ് അട്ടിമറിക്കാനുള്ള അവരുടെ ശ്രമം. TP കേസിൽ നമ്മളത് കണ്ടതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ സംഭാഷണങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. അതിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ളൊരു സാക്ഷി ഉണ്ടായിരുന്നു. ആ സാക്ഷിയെ UDF ഭരിക്കുന്ന സമയത്ത് പോലും ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചു. വധഭീഷണി മുറക്കി മൊഴി മാറ്റി. എനിക്കൊന്നൊരു 2 ഡസൻ സാക്ഷികളെങ്കിലും TP കേസിൻ്റെ സമയത്ത് മൊഴി മാറ്റിച്ചവരാണ് ഇവർ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ
CPM ഉൾപ്പെടുന്ന ഒരു കേസ് വന്നാൽ ആ കേസിൽ സത്യം തെളിയിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ ഏതു നിലയിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി. അങ്ങനെയുള്ളൊരു പാർട്ടി പ്രതിസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ മപ്പടിച്ച് നിൽക്കുമ്പോൾ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി പോരാടുന്ന ഒരു അഭിഭാഷകനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ റെയറായിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെയാണ് ശ്രീമാൻ TSF അലി എന്ന് പറയുന്ന ആ അഭിഭാഷകൻ്റെ ആർജവം, ആ ഇച്ഛാശക്തി, അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം, അതിന് നമ്മൾ നന്ദി പറയേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ത്യാവസാനം ഈ കേസിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി തൻ്റെ വാദങ്ങൾ ശക്തിയുക്തം അവതരിപ്പിച്ച ശ്രീമാൻ TSF അലിയെയാണ് ഈ ചരിത്രവിധി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നയാ പൈസ പോലും പ്രതിഫലം വാങ്ങാതെ, കാരണം അദ്ദേഹം ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു അഭിഭാഷകനാണ്. CPM-നൊക്കെ വേണ്ടി ഇതുപോലെ വാദിക്കുമ്പോൾ CPM പാർട്ടിയാണ് ലക്ഷക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് കൊടുക്കുക. എന്നാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഒരു നയാ പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തലിന് വിധേയനാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തീർത്തും സൗജന്യമായിട്ടാണ് അഡ്വക്കേറ്റ് TSF അലി ഈ കേസ് വാദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ശരത് ലാലിൻ്റെ അച്ഛൻ അസഫ് അലി വക്കീൽ ഞങ്ങളുടെ ദൈവമാണ് എന്ന് പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അതുകൊണ്ട് ഈ കേസിൽ ഈ വിധി വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കേണ്ടതും നന്ദി പറയേണ്ടതും നമുക്ക് കടപ്പാടുണ്ടായിരിക്കേണ്ടതും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള മുൻ DGP ആയിട്ടുള്ള ശ്രീമാൻ TSF അലിക്ക് ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ശക്തമായ വാദം, കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മാതാപിതാക്കൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് TSF അലി ഹൈക്കോടതിയിൽ നടത്തിയ ശക്തമായ വാദത്തെ തുടർന്നിട്ടാണ് 2019 സെപ്റ്റംബർ 30 ഹൈക്കോടതിയിൽ നിന്ന് CBI അന്വേഷണം അംഗീകരിച്ചുകൊണ്ടുള്ള, പരാതിക്കാരൻ്റെ CBI അന്വേഷണം അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഹർജി പുറപ്പെടുവിക്കപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാം. അതുകൊണ്ട് ഈ വിധി വരുമ്പോൾ നമ്മൾ ആദ്യമായി ഓർക്കേണ്ടത് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും കേരള ഹൈക്കോടതിയിലെ സമുന്നത ന്യായാധിപനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീമാൻ TSF അലിയാണ്. അസഫ് അലിയോടൊപ്പം തന്നെ നമ്മൾക്ക് നന്ദിയും കടപ്പാടും ഉണ്ടാകേണ്ട ഒരു ഹൈക്കോടതി ന്യായാധിപനുണ്ട്. അദ്ദേഹം റിട്ടയർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് B. സുധീന്ദ്രകുമാർ എന്നാണ്. അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ഇരുന്ന് ഈ കേസ് കേൾക്കുകയും ഈ കേസിൽ CBI അന്വേഷണം വേണം എന്നുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള 33 ഖണ്ഡികളുള്ള വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ B. സുധീന്ദ്രകുമാർ എന്ന് പറയുന്ന ന്യായാധിപനോടും നമുക്ക് നന്ദിയും കടപ്പാടും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം ഈ വിധിന്യായം പുറപ്പെടുവിക്കുന്നതിൽ കാണിച്ച ആർജവം, ഇച്ഛാശക്തി, അദ്ദേഹം നടത്തിയിട്ടുള്ള ധൈര്യത്തോടു കൂടിയുള്ള നിരീക്ഷണങ്ങൾ, അതൊക്കെ ഈ വിചാരണ കോടതിയിൽ ഇങ്ങനൊരു വിധി വരുന്നതിനൊരു ദിശ നൽകുന്നതിന് സഹായകരമായി എന്നാണ് ആ വിധി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മേൽക്കോടതികൾ കൊടുക്കുന്ന ഒരു ഡയറക്ഷനുണ്ട്, മേൽക്കോടതികൾ കൊടുക്കുന്നൊരു ദിശാബോധമുണ്ട്, മേൽക്കോടതികൾ മുന്നോട്ട് കൊണ്ടുവരുന്ന തെളിവുകളുണ്ട്. ആ തെളിവുകളുടെയൊക്കെ ഒരു ഫ്രെയിംവർക്കിനകത്ത് നിന്ന് മാത്രമേ വിചാരണ കോടതികൾക്ക് തീരുമാനിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് തന്നെ മേൽക്കോടതികളുടെ ഇത് സംബന്ധിച്ചുള്ള വിധികളിലെ നിരീക്ഷണങ്ങളും തെളിവുകളുമൊക്കെ വളരെ വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ 2019 സെപ്റ്റംബർ 30 ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള B. സുധീന്ദ്രകുമാർ ഈ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ നിരീക്ഷണങ്ങൾ വിചാരണ കോടതിയെ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ദിശാബോധം നൽകുന്നവയായിരുന്നു എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ B. സുധീന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ന്യായാധിപനെയും നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ വിധിന്യായത്തിൽ കൊടുത്ത ചില ദിശാബോധങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ച് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ഈ വിധിന്യായത്തിൽ കൊടുത്ത ഒരു ദിശാബോധമുണ്ട്. അതായത് CPM ആണിത് ചെയ്തത്. അതായത് പ്രതിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് 1-2-3 പ്രധാനപ്പെട്ട വാദങ്ങളുണ്ടായിരുന്നു. ആ വാദത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത് ഒന്നാം പ്രതിയായിട്ടുള്ള A. പീതാംബരന്
വ്യക്തിവൈരാഗ്യം കൊണ്ട് അദ്ദേഹം ചെയ്തതാണ് ഈ കൊലപാതകം എന്ന് വരുത്തി തീർക്കാനൊരു ശ്രമം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് ന്യായാധിപനായിട്ടുള്ള ബി സുധീന്ദ്രകുമാർ ഈ വിധിന്യായത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് CPM പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം ഈ വിധിന്യായത്തിൽ പറഞ്ഞു. അദ്ദേഹം വേറൊരു സ്ഥലത്ത് പറഞ്ഞത്, മരണമടഞ്ഞവർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പ്രതികൾ ഭരണ പാർട്ടിയായിട്ടുള്ള CPM നേതാക്കന്മാരുമാണ്. ഈ കേസിലെ FIR വ്യക്തമാക്കുന്ന ഈ കേസിലെ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം ആ വിധിന്യായത്തിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദിസ് ഈസ് എ സർക്കംസ്റ്റൻസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കണ്ടൻഷൻ ഓഫ് ദ പെറ്റീഷണേഴ്സ് ദാറ്റ് ദ twin murder in this case was planned and executed not by the first accused but by the CPM party is probable. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ഒന്നാം പ്രതി ചെയ്തതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമം. ഒരിക്കലുമല്ല, ഒന്നാം പ്രതിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും CPM ആണ് എന്നുള്ള വാദത്തിൽ കഴമ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് CPM ചെയ്ത ഒരു കൊലപാതകമാണ്, ഇതൊരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളതല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ദിശാബോധം ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബി സുധീന്ദ്രകുമാർ തൻ്റെ വിധിന്യായത്തിൽ വിശദമായി പരിഗണിച്ചതിൻ്റെ കൂടി ഔട്ട്കമായിട്ട് വേണം വിചാരണ കോടതിയിലെ ഈ വിധിന്യായത്തെ നമ്മൾ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടി നടത്തിയ ഒരു കൊലപാതകമാണ്, അവർ പ്ലാൻ ചെയ്തതാണ്, അവർ എക്സിക്യൂട്ട് ചെയ്തതാണ് എന്ന് കാര്യകാരണ സഹിതം ബി സുധീന്ദ്രകുമാർ തെളിയിച്ചത് കൊണ്ട് തന്നെ ആ ഫ്രെയിംവർക്കിനകത്തു നിന്നല്ലാതെ വിചാരണ കോടതിക്ക് അന്തിമ വിധിയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ടായി. ഇത് CPM നടത്തിയിട്ടുള്ള കൊലപാതകമാണെന്ന് കാര്യകാരണ സഹിതമാണ് ബി സുധീന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ കൊണ്ടുവന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്രെയിംവർക്കിനകത്ത് നിന്ന് വിചാരണ കോടതിക്ക് ഇത് തീരുമാനിക്കേണ്ടി വന്നു. ആ അർത്ഥത്തിൽ വിചാരണ കോടതിക്ക് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നും CPMൻ്റെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുമുള്ള ഒരു ദിശാബോധം കൊടുത്തത് ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബി സുധീന്ദ്രകുമാറാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ നമുക്കൊരു കാരണവശാലും മറക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചരിത്രവിധി വന്ന ഒരു സാഹചര്യത്തിൽ CPMൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ മസ്തകം തകർത്ത ഒരു വിധി വന്നിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഈ കേസിൽ ശക്തമായിട്ടുള്ള വാദം നടത്തിയ ഹൈക്കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകനായിട്ടുള്ള T. അസഫലിയെയും ഈ കേസിൽ CBI അന്വേഷണത്തിൽ ഉത്തരവിട്ട ചരിത്രപ്രധാനമായിട്ടുള്ള 33 ഖണ്ഡികളുള്ള വിധിന്യായം പ്രഖ്യാപിച്ച ഈ ബി സുധീന്ദ്രകുമാർ എന്ന ന്യായാധിപനെയും സുഹൃത്തുക്കളെ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.